ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടി സി ഹാൻഡ് വർക്ക്സ്. ഇന്ന് നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഈ ലൈനുമേക്കൂടെ നമുക്ക് ചെയ്ത് നോക്കാം ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ എങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഈ ലൈനിൽ നമുക്ക് കുറച്ച് വലിയ സ്റ്റിച്ചസ് ചെയ്യാം, എന്നിട്ട് ഈ ഡിസൈനിൽ നമുക്ക് കുറച്ച് ചെറിയ സ്റ്റിച്ചസ് ചെയ്ത് നോക്കാം. അത് തുടങ്ങാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. എവിടെ നിന്നാണോ തുടങ്ങേണ്ടത് അവിടെ താഴത്തുനിന്ന് സൂചി കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ താഴത്തുനിന്ന് സൂചി കൊണ്ടുവരാം. ഞാൻ ഓൾറെഡി സൂചിമ നൂല് പുറത്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് അറ്റത്ത് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ സാധാരണ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സൂചി താഴത്തുനിന്ന് കൊണ്ടുവരാം. എന്നിട്ട് ചെയ്യാനുള്ളത്, നമ്മൾ എവിടെ നിന്നാണോ സൂചി കൊണ്ടുവന്നത് അതേ ഹോളിൽ കൂടെ തന്നെ സൂചി താഴത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതേ കൂടെ സൂചി താഴത്തേക്ക് വലിക്കുക. പക്ഷേ ഫുള്ള് വലിക്കാൻ പാടില്ല. ഒരു ലൂപ്പ് ഫോം ചെയ്യുന്ന രീതിയിൽ കുറച്ച് നൂല് അവിടെ ബാക്കി വയ്ക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിച്ച് എത്ര നീളം വേണോ അത്രയും നീളത്തിൽ അടുത്ത സ്റ്റിച്ച് എടുക്കണം. അത് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണം അടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാൻ പോണത്. അതായത് ഇത്രയും നീളത്തിലുള്ള സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ സൂചി മേളിലേക്ക് കൊണ്ടുവരും, ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ. ഇതുപോലെ ആ ലൈനുമേക്കൂടെ സൂചി ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മേളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നൂല് വലിക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച്. ഇനി വീണ്ടും നമ്മൾ എവിടെ നിന്നാണോ സൂചി കൊണ്ടുവന്നത് അതേ ഹോളിൽ കൂടെ തന്നെ തിരിച്ച് സൂചി താഴത്തേക്ക് വലിക്കണം. എന്നിട്ട് അവിടെ ശ്രദ്ധിക്കാനുള്ളത് മുഴുവൻ വലിക്കാൻ പാടില്ല. ഒരു ലൂപ്പ് ഫോം ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് എവിടെയാണോ വേണ്ടത് അവിടെ സൂചി താഴത്തുനിന്ന് മേളിലേക്ക് കൊണ്ടുവരണം. ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യേണ്ടത് ആ ലൈനുമേക്കൂടെ തന്നെ ചെയ്യണം, എന്നാലാണ് നമുക്ക് ആ ഡിസൈൻ കിട്ടുള്ളൂ. എന്നിട്ട് സൂചി വലിക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ചായി. വീണ്ടും ഇത് തന്നെ ചെയ്യാൻ പോണത്, കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോണത്. ഇത്രയേ ഉള്ളൂ ചെയിൻ സ്റ്റിച്ച്. എവിടെ നിന്നാണോ നമ്മൾ സൂചി കൊണ്ടുവന്നത് അതേ ഹോളിൽ കൂടെ തന്നെ സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നൂല് വലിക്കുക. ഫുള്ള് വലിക്കാൻ പാടില്ല. ഒരു ലൂപ്പ് ഫോം ചെയ്യുക. എന്നിട്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത സ്റ്റിച്ച് എന്തോരം നീളം വേണോ അത്രയും നീളത്തിൽ നമ്മൾ വരച്ച ലൈനുമേക്കൂടെ സൂചി കൊണ്ടുവരാം. ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കണം സൂചി കൊണ്ടുവരേണ്ടത്. എന്നിട്ട് സൂചി വലിക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റിച്ചായി. ഇത് തന്നെയാണ് ഇനി ചെയ്ത് പോകാനുള്ളത്. എപ്പോഴും നമ്മൾ കൈ താഴത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമുക്ക് സൂചി ഇവിടെ നിന്ന് തന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലെ ഒരു ലൂപ്പ് ഫോം ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റിച്ച് എവിടെയാണോ വേണ്ടത് ആ ലൈനുമേക്കൂടെ ആ സ്റ്റിച്ച് ഇങ്ങനെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്താൽ മതി. താഴത്തേക്ക് കൈ കൊണ്ടുപോകണമെന്നില്ല. ഇതുപോലെ എടുത്തങ്ങ് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അടുത്ത സ്റ്റിച്ചായി. വീണ്ടും ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്തിട്ട് എവിടെ നിന്നാണോ സൂചി കൊണ്ടുവന്നത് അവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റിച്ച് എത്ര വേണോ അത്രയും ലെങ്ത്തിലെടുത്തിട്ട് ആ ലൈനുമേക്കൂടെ സൂചി ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇനിയുള്ളതൊക്കെ അതുപോലെ അങ്ങ് ചെയ്ത് പോയാൽ മതി. എന്നിട്ടിത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നൂല് അപ്പുറത്തോട്ടെടുക്കുക. എന്നിട്ട് ഈ ലൂപ്പിൻ്റെ തൊട്ട് അപ്പുറമായിട്ട് സൂചി താഴത്തേക്ക് വലിക്കുക. ഇത്രയേ ഉള്ളൂ ചെയിൻ സ്റ്റിച്ച്. ഇത് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അവസാനം പുറകിൽ നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇനി നമുക്ക് ഈ ഡിസൈൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടെ ചെറിയ സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൈൻ ചെയ്യാം. ഇത് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം.
താഴത്തുനിന്ന് സൂചി കൊണ്ടുവരാം. വളരെ ചെറിയ സ്റ്റിച്ചസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അടുത്തടുത്തായിട്ടാണ് ഇടുന്നത്. അപ്പം നമുക്ക് കർവുകളായിട്ടുള്ള ഡിസൈൻസൊക്കെ കുറച്ച് ഭംഗിയിൽ ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഒരേ അകലത്തിൽ ഇടാൻ ശ്രമിക്കുക. നമ്മൾ വരച്ച ലൈൻ ഫോളോ ചെയ്ത് പോകണം. ഇനി നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ലൂപ്പിൻ്റെ അപ്പുറത്തേക്കൂടെ സൂചി വലിക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഈ ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കുക. കണ്ടത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ബാക്കിയുള്ളതും ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഫിനിഷിങ്ങിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്കിത് പേൾ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ സാധാരണ നൂലും സൂചിയും മുത്തുകളും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പേൾ വെച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു ലുക്കായിരിക്കും. ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നല്ല നല്ല ഡിസൈൻസ് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.